Hello everyone. Calicut Medical College Paramedical Union 2021 അക്കാഡമിക് ക്ലബ് അവതരിപ്പിക്കുന്ന മെൻറ്റി ടു മെൻറ്റർ എന്ന ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്യൂഗൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. പാരാമെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ആസ് വെൽ ആസ് ടീച്ചിങ് സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എഡ്യൂഗൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇനോഗ്രേഷൻ എന്ന രീതിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നിവിടെ പ്രസൻറ്റ്. So once again welcoming you all to EduGuide. I am Aishwarya, grade 2 lab technician from the Department of Community Medicine. So our first class will be about the classification of leukemias. So leukemia classificationലേക്ക് കടക്കുന്നതിന് മുന്നേ leukemia എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. So we all know that leukemia is a type of cancer of the blood or the bone marrow. And രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഈ ഒരു പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. Leukos which means white and ema means blood. So what is actually happening in leukemia is that there will be malignant proliferation of hematopoietic cells in the bone marrow. So normally നമുക്കറിയാം നമ്മുടെ എല്ലാ ബ്ലഡ് സെൽസും ഫോം ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും എല്ലാം ബോൺ മാരോയിൽ വെച്ചിട്ടാണ് and they are released into the bloodstream in a normal rate. But what happens in case of leukemia is that there will be malignant proliferation, which means the proliferation of cells will be out of control, അല്ലെങ്കിൽ excessive അല്ലെങ്കിൽ uncontrolled ആയിട്ടുള്ള proliferation ആയിരിക്കും ലുക്കീമിയയുടെ കേസിൽ ഉണ്ടാവുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ എക്സസ് ആയിട്ട് ഫോം ചെയ്യുന്ന സെൽസ് എല്ലാം ബ്ലഡിലേക്കും മറ്റുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ലൈക്ക് ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ അവിടേക്കൊക്കെ ഡിസെമിനേറ്റ് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഇമ്മെച്യൂർ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ദീസ് സെൽസ് ആർ കോൾഡ് ആസ് ബ്ലാസ്റ്റ് സെൽസ്. സോ ബ്ലഡിലായാലും ഈ ഒരു ബ്ലാസ്റ്റ് സെൽസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ലുക്കീമിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് വാട്ട് ആർ ദീസ് ബ്ലാസ്റ്റ് സെൽസ്? സോ ബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് ഏതൊരു സെല്ലിൻ്റെയും ഏതൊരു ബ്ലഡ് സെല്ലിൻ്റെയും ഇമ്മെച്യൂർ പ്രിക്കേഴ്സേഴ്സിനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. അതിപ്പോൾ ലിംഫോസൈറ്റ്സിൻ്റെ കേസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് എസ് ലിംഫോബ്ലാസ്റ്റ്. മൈലോസൈറ്റ്സിൻ്റെ കേസ് ഓർ ദ ഗ്രാനുലോസൈറ്റ്സിൻ്റെ കേസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് എസ് മൈലോബ്ലാസ്റ്റ്. സോ ദ മെയിൻ peculiarities or the main features of the blast cell is that normally നമ്മളെ പെരിഫറൽ ബ്ലഡിൽ ഈ ഒരു ബ്ലാസ്റ്റ് സെൽസ് കാണുന്നില്ല. ആൻഡ് ഈ ബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് നോർമൽ സെൽസിനേക്കാളും ലാർജർ സൈസ് ആയിരിക്കും ആൻഡ് ദേ വിൽ ഹാവ് എ പ്രിമിറ്റീവ് ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് മീൻസ് ദാറ്റ് ദ ന്യൂക്ലിയസ് വിൽ ബി അൺഡിഫറൻഷിയേറ്റഡ് ഇൻകോൺസ്പീഷ്യസ് ആയിരിക്കും. ന്യൂക്ലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആൻഡ് ദ ന്യൂക്ലിയസ് കണ്ടെയ്ൻ ന്യൂക്ലിയോലൈ is the main feature of the blast cell. So from the picture you can see the primitive nucleus of the blast cell and you can see the bone marrow changes also. So normal marrow എന്ന് പറയുന്നത് അവിടെ സെല്ലുലാർ സ്പേസും ഉണ്ടാകും, ഫാറ്റ് സ്പേസ് ഉണ്ടാകും. നോൺ സെല്ലുലാർ ആയിട്ടുള്ള ഫ്രീ സ്പേസസ് കോൾഡ് ഫാറ്റ് സ്പേസസും നോർമൽ മാരോയിൽ കാണാൻ പറ്റും. പക്ഷേ ലുക്കീമിയയുടെ കേസിൽ ദി എൻറ്റയർ മാരോ സ്പേസ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ ബ്ലാസ്റ്റ് സെൽ. സോ ദിസ് ഇസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ലുക്കീമിയ. So this is the diagrammatic representation of the formation of blood cells in the bone marrow. സോ നമുക്കറിയാം ഏതൊരു സെല്ലും ഫോം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രൈം പ്രിക്കസർ എന്ന് പറയുന്നത് പ്ലൂറിപോട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലാണ്, പ്ലൂറിപോട്ടൻറ്റ് HSC. സോ ഇറ്റ് ഈസ് എ സെൽ വിച്ച് ക്യാൻ ഗിവ് റൈസ് ടു എനി ടൈപ്പ് ഓഫ് സെൽ ലൈൻസ്. സോ ഫ്രം ദ പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറുന്നതാണ് കോമൺ മൈലോയിഡ് പ്രോജനീറ്ററും അതുപോലെ കോമൺ ലിംഫോയിഡ് പ്രോജനീറ്ററും. കോമൺ മൈലോയിഡ് പ്രോജനീറ്ററിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് മെഗാ കാരിയോസൈറ്റ് ഫ്രം വിച്ച് പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ്, പിന്നെ RBCs ആൻഡ് മൈലോബ്ലാസ്റ്റിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് മോണോസൈറ്റ്, ബേസോഫിൽ, ഇയോസ്മോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ ആൻഡ് ഫ്രം മോണോസൈറ്റ് മാക്രോഫേജസ് ആർ ഫോംഡ്. അതേപോലെ കോമൺ ലിംഫോയിഡ് പ്രോജനേറ്ററിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സെൽസാണ് T ലിംഫോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽ. ആൻഡ് ഫ്രം ദ B ലിംഫോസൈറ്റ് പ്ലാസ്മ സെൽസ് ആർ ഫോംഡ് ഡ്യൂറിങ് an antigenic stimulation. Okay, so before categorizing the main classification of leukemia, we should categorize the neoplastic proliferation of white cell. സോ ബേസിക്കലി ഏതൊരു വൈറ്റ് സെൽസും ന്യൂപ്ലാസ്റ്റിക് ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം, ഓവറോൾ ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് മൈലോയിഡ് നിയോപ്ലാസംസ്, സെക്കൻഡ് വൺ ഇസ് ലിംഫോയിഡ് നിയോപ്ലാസം ആൻഡ് ദ തേർഡ് വൺ ഇസ് ഹിസ്റ്റോസൈറ്റിക് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽ നിയോപ്ലാസം. മൈലോയിഡ് നിയോപ്ലാസത്തിൻ്റെ അണ്ടറിൽ തന്നെ ദർ ഇസ് acute myeloid leukemias, myelodysplastic syndromes and myeloproliferative neoplasm. And one of the most important myeloproliferative neoplasm is chronic myeloid leukemia. And under lymphoid neoplasms there is lymphocytic or lymphoid leukemias, under which there is acute lymphoblastic leukemia and chronic lymphocytic leukemia, and also lymphomas which includes non-Hodgkin's as well as Hodgkin's lymphoma.
തേർഡ് വൺ ഇസ് ഹിസ്റ്റോസൈറ്റിക് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽ നിയോപ്ലാസം, ആൻഡ് അതിൽ വരുന്നതാണ് ലാംഗർഹാൻ സെൽ ഹിസ്റ്റോസൈറ്റോസിസ്. സോ ബേസിക്കലി നമുക്ക് നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് വൈറ്റ് സെൽസിനെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നൗ ബേസ്ഡ് അപ്പോൺ ദ നാച്ചുറൽ ഹിസ്റ്ററി, അതായത് ആ ഡിസീസിൻ്റെ ഔട്ട്കം അനുസരിച്ചിട്ട് നമുക്ക് ലുക്കീമിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് acute leukemia and second one is chronic leukemia. So what are the differences between acute and chronic leukemia? Acute leukemiasൻ്റെ കേസിൽ ദ ഓൺസെറ്റ് ഇസ് യൂഷ്വലി റാപ്പിഡ്. പെട്ടെന്നായിരിക്കും ഡിസീസ് വരുന്നതും പെട്ടെന്നായിരിക്കും ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതും, ആൻഡ് ദ ഡിസീസ് ഇസ് യൂഷ്വലി വെരി അഗ്രസീവ്. ആൻഡ് acute leukemiasൽ ഇൻവോൾവ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് പൂവർലി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സെൽ, അതായത് ഏർലി സ്റ്റേജസിലുള്ള ഇമ്മച്യൂർ പ്രിക്കേഴ്സേഴ്സ് ആയിരിക്കും acute leukemiasൽ കൂടുതലായിട്ടും നമുക്ക് ബ്ലഡ് സ്മിയറിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ക്രോണിക് ലുക്കീമിയാസിൻ്റെ കേസിൽ ദ ഓൺസെറ്റ് ഇസ് യൂഷ്വലി ഇൻസിഡസ് മീൻസ് ദ ഡിസീസ് ഇസ് ഓൺലി വെരി സ്ലോലി പ്രോഗ്രസീവ്. ഡിസീസ് പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്യുന്ന, ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്ന ഡിസീസ് ആയിരിക്കും ക്രോണിക് ലുക്കീമിയാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് അഗ്രസീവ് കമ്പയർഡ് ടു acute leukemias. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന ഇൻവോൾവ് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ക്രോണിക് ലുക്കീമിയാസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി acute leukemias ആയാലും ക്രോണിക് leukemias ആയാലും ഫർദർ ബേസ്ഡ് അപ്പോൺ ദി പ്രോമിനൻറ്റ് സെൽ ലൈൻ ഇൻവോൾവ്, നമ്മൾ പറഞ്ഞു മൈലോയിഡ് ആൻഡ് ലിംഫോയിഡ് എന്ന് നമ്മൾ തരംതിരിച്ചു. സോ ആ ഒരു സീരീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: മൈലോയിഡ് ലുക്കീമിയ ഓർ മൈലോസിറ്റിക് ലുക്കീമിയ ആൻഡ് ലിംഫോയിഡ് ലുക്കീമിയ ഓർ ലിംഫോസിറ്റിക് ലുക്കീമിയ. സോ അണ്ടർ മൈലോയിഡ് ലുക്കീമിയ ഇറ്റ് കംസ് ദി acute myeloid leukemia and chronic myeloid leukemia, and under lymphoid leukemia there is acute lymphoid leukemia and chronic lymphoid leukemia. Now coming on to the classification of acute leukemias. So chronic leukemiasനേക്കാളും ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് acute leukemias എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഹാസ് 2 types of classification. അതായത് acute leukemiasനെ ബേസിക്കലി നമുക്ക് AML എന്നും ALL എന്നും, അതായത് acute myeloid leukemia എന്നും acute lymphoid leukemia എന്ന് പറയാമെങ്കിലും there is also 2 most important classification. First one is FAB classification. FAB means French, American and British classification. And based on that, AMLനെ 8 സബ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് M0 മുതൽ M7 വരെ 8 സബ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേപോലെ ALLനെ 3 സബ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: L1 to L3, L1, L2, L3 അങ്ങനെ. അതേപോലെ WHO ക്ലാസിഫിക്കേഷൻ, AMLനായാലും ALLനായാലും WHO ക്ലാസിഫിക്കേഷനുണ്ട്. WHO ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. സോ ലെറ്റ് us see what is the FAB ക്ലാസിഫിക്കേഷൻ. സോ FAB ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രഞ്ച്, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷൻ, ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ 1976. ആൻഡ് ദ ബേസിക് ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ്, അതായത് ലുക്കീമിയനെ FAB കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ 30% ബ്ലാസ്റ്റ് സെൽസ് ബോൺ മാരോയിലോ അല്ലെങ്കിൽ ബ്ലഡിലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ദ ബേസിക് ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് ആൻഡ് ക്ലാസിഫൈങ് ലുക്കീമിയ ഓൺ ദ ബേസിസ് ഓഫ് FAB. സോ വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ FAB ആൻഡ് WHO ക്ലാസിഫിക്കേഷൻ? FAB ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ബ്ലഡ് സെൽസിൻ്റെ, ബ്ലാസ്റ്റ് സെൽസിൻ്റെ മോർഫോളജിനെയാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. മോർഫോളജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സൈറ്റോകെമിസ്ട്രി, അതായത് ഏതൊക്കെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് ആണ് നമുക്ക് ഈ ബ്ലാസ്റ്റ് സെൽസ് പോസിറ്റീവ് തരുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ FAB ക്രൈറ്റീരിയ പറയുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഇസ് ദാറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റ് സെൽസ് 30% കൂടുതലാണെങ്കിലാണ് നമ്മൾ FAB ക്രൈറ്റീരിയ വെച്ച് ലുക്കീമിയനെ ക്ലാസിഫൈ ചെയ്യുക. വെറസ് ഇൻ കേസ് ഓഫ് WHO ക്രൈറ്റീരിയ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഇമ്മ്യൂണോ ഫിനോടൈപ്പിംഗ്, മോളിക്യുലാർ ടെസ്റ്റിംഗ്, കാരിയോടൈപ്പിംഗ്, അതുപോലെ ജനറ്റിക് ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇതിനെല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് WHO ക്രൈറ്റീരിയ പറയുന്നത്. സോ ഇതിൻ്റെ കേസിൽ ഡയഗ്നോസിസിന് 20% ബ്ലാസ്റ്റ് ആണ് പെരിഫറൽ ബ്ലഡിലോ അല്ലെങ്കിൽ ബോൺ മാരോയിലോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 20% കൂടുതലുണ്ടെങ്കിൽ വി ക്യാൻ കാറ്റഗറൈസ് ദം ബേസ്ഡ് ഓൺ WHO ക്രൈറ്റീരിയ. Now coming on to the FAB classification. So FAB classification ആണ് ആദ്യം നമ്മൾ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു M0 മുതൽ M7 വരെയായിട്ട് 8 സബ് ടൈപ്സ് ആക്കിയിട്ടാണ് FAB ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് AMLനെ, അതായത് acute leukemiasനെ, acute myeloid leukemiasനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. So first one is M0. What is the peculiarities of M0 എന്ന് നമുക്ക് നോക്കാം. M0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമലി ഡിഫറൻഷ്യേറ്റഡ് AML, അതാണ് അതിൻ്റെ പേര്. മിനിമലി ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അവിടെ ബ്ലാസ്റ്റ് സെൽ, ഫ്രോം ദ പിക്ചർ യു ക്യാൻ സീ ബ്ലാസ്റ്റ് സെൽ എന്ന് പറയുന്നത് അൺഡിഫറൻഷ്യേറ്റഡ് ആണ്.
അതിൻ്റെ പർട്ടിക്കുലർ ന്യൂക്ലിയർ ഫീച്ചേഴ്സോ സൈറ്റോളജിക് ഫീച്ചേഴ്സ് ഓർ സൈറ്റോകെമിക്കൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ബട്ട് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ദേ ഹാവ് മൈലോയിഡ് ലീനിയേജ് ആൻറ്റിജൻസ്. അതായത് മൈലോയിഡ് സീരീസിൽ കാണുന്ന ആൻറ്റിജൻസ് അവർ കാണിക്കപ്പെടും, ബാക്കിയുള്ള ഒരു ഫീച്ചേഴ്സും നമുക്ക് മനസ്സിലാവില്ല. സോ സൈറ്റോകെമിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ്, അതായത് MPO പോലെയുള്ള സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ബട്ട് ലെസ് ദാൻ 3% കുറവ് ബ്ലാസ്റ്റ് സെൽസ് MPO പോസിറ്റീവ് ആകാം എന്നാണ് പറയുന്നത്. ആൻഡ് M1 എന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് AML വിത്തൗട്ട് മെച്ചുറേഷൻ. സോ ഇൻ ദാറ്റ് കേസ് ദർ വിൽ ബി മീഡിയം ടു ലാർജ് സൈസ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ കൂടുതലും മൈലോബ്ലാസ്റ്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ബ്ലാസ്റ്റ് വിൽ ഹാവ് എ പെയിൽ ബേസോഫിലിക് സൈറ്റോപ്ലാസം, ഓപ്പൺ ന്യൂക്ലിയർ ക്രോമാറ്റിൻ ആൻഡ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയോലൈ. സോ ഈ പിക്ചറിൽ ന്യൂക്ലിയോലൈ നമുക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദ ബേസിക് സ്റ്റെയിൻ സൈറ്റോകെമിസ്ട്രി നോക്കുകയാണെങ്കിൽ സൈറ്റോകെമിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, MPO, NSE അതായത് മൈലോപെറോക്സിഡേസ്, പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ, നോൺ സ്പെസിഫിക് എസ്റ്ററേസ്, ഇതുപോലത്തെ സ്റ്റെയിൻ പോസിറ്റീവ് തരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് സൈറ്റോകെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നത്. സോ AML M1 കേസിലാണെങ്കിൽ 3% കൂടുതൽ ബ്ലാസ്റ്റ് MPO പോസിറ്റീവ് ആയിരിക്കും. Then M2 is AML with maturation. So in that case myeloblast and pro-myelocyte ആയിരിക്കും predominate ചെയ്യുന്നത്. And these blast cells shows ooruds. oorudsൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം. സോ M2 എന്ന് പറയുന്ന സ്റ്റേജിലാണ് ooruds കാണുന്നത്. M3യിലും കാണപ്പെടുന്നുണ്ട്. സോ AML വിത്ത് മെച്ചുറേഷൻ ആയതുകൊണ്ട് തന്നെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് വിൽ ബി ഹൈലി പോസിറ്റീവ്. അതായത് MPO 3+ റിയാക്ഷൻ കാണിക്കും. 3 മുതൽ 100% ബ്ലാസ്റ്റും MPO പോസിറ്റീവ് ആയിരിക്കും. Then the fourth one is M3. M3 means acute promyelocytic leukemia. So there will be hypergranular promyelocyte with multiple ooruds. ഒന്നിലധികം ooruds ഒരു സെല്ലിനകത്ത് കാണാൻ സാധിക്കും. And these all cells will be MPO positive. Then M3യുടെ ഒരു വേരിയൻറ്റ് ഉണ്ട്, അതിൽ മൈക്രോ ഗ്രാനുലർ ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും ഉണ്ടാവുക. സോ നോർമൽ M3യുടെ കേസിലാണെങ്കിൽ ഹൈപ്പർ ഗ്രാനുലർ പ്രോമൈലോസൈറ്റും M3 വേരിയൻറ്റിലാണെങ്കിൽ മൈക്രോ ഗ്രാനുലർ പ്രോമൈലോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദേ വിൽ ബി ഹാവിങ് എ ബൈലോപ്പ് ന്യൂക്ലിയസ് ആൻഡ് ബോത്ത് ഓഫ് ദീസ് വിൽ ഷോസ് MPO പോസിറ്റീവ്. ദെൻ M4 ഇസ് മൈലോമോണോസിറ്റിക് ലുക്കീമിയ. മൈലോമോണോസിറ്റിക് ലുക്കീമിയയിൽ മൈലോയിഡ് സീരീസും മോണോസൈറ്റോയിഡ് സീരീസും നമുക്ക് പെരിഫറൽ ബ്ലഡിൽ കാണാൻ പറ്റും. മെച്യൂർ സെൽസ് ആയിരിക്കും ഉണ്ടാകുന്നത് കൂടുതലും. ആൻഡ് മൈലോയിഡ് സീരീസ് ആണെങ്കിൽ MPO പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ മോണോസൈറ്റിക് കോമ്പോണൻ്റ് ആണെങ്കിൽ NSE മീൻസ് നോൺ സ്പെസിഫിക് എസ്റ്ററേസ് എന്ന് പറയുന്ന സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ പോസിറ്റീവ് ആയിരിക്കും. ദെൻ M5 ഇസ് അക്യൂട്ട് മോണോസിറ്റിക് ലുക്കീമിയ. അതിൽ തന്നെ 2 സബ് ടൈപ്പ് ഉണ്ട്, M5Aയും M5Bയും. M5A എന്ന് പറയുമ്പം അതിൽ 80% കൂടുതൽ മോണോബ്ലാസ്റ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് M5B എന്ന് പറയുന്നത് 80% കുറവ് മോണോബ്ലാസ്റ്റ് ഉണ്ടാവുള്ളൂ, ബിക്കോസ് ദേ കണ്ടെയ്ൻ ഓൾസോ പ്രോ മോണോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ആൻഡ് ദേ വിൽ ബി MPO നെഗറ്റീവ് ആൻഡ് NSE പോസിറ്റീവ്. സോ മോണോസൈറ്റ്സിനെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ആണ് NSE. അത് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ M6 ഇസ് അക്യൂട്ട് എറിത്രോലുക്കീമിയ. അക്യൂട്ട് എറിത്രോലുക്കീമിയയുടെ കേസിലെ പേരിൽ തന്നെ മനസ്സിലാകും, അവിടെ എറിത്രോബ്ലാസ്റ്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. 50% കൂടുതലും എറിത്രോബ്ലാസ്റ്റ് ആയിരിക്കും വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ഡിസെറിത്രോപോയിസിസ്. ഇൻ സം കേസസ് മൈലോബ്ലാസ്റ്റ് ആൻഡ് പ്രോമൈലോസൈറ്റ്സ് ആർ ഓൾസോ ഇൻക്രീസ്ഡ്. സോ ഈ ഒരു കേസിൽ എറിത്രോബ്ലാസ്റ്റ് ആണെങ്കിൽ അവർ PAS പോസിറ്റീവ് ആയിരിക്കും, മൈലോബ്ലാസ്റ്റ് ആണെങ്കിൽ അവർ MPO പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് M7 ഇസ് അക്യൂട്ട് മെഗാകാരിയോബ്ലാസ്റ്റിക് ലുക്കീമിയ. മെഗാകാരിയോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുമ്പോൾ ദേ വിൽ ഷോ ലാർജ് മെഗാകാരിയോബ്ലാസ്റ്റ് വിച്ച് shows cytoplasmic budding. And in this case platelet peroxidase എന്ന് പറയുന്ന സ്റ്റെയിൻ പോസിറ്റീവ് ആയിരിക്കും. So this is the FAB classification of acute leukemias. Now coming on to the FAB classification of acute lymphoid leukemias. അപ്പോൾ AMLൻ്റെ FAB classification നമ്മൾ പറഞ്ഞു M0 മുതൽ M7 വരെയാണെന്ന് പറഞ്ഞു. അതിൽ എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേജസിലും സെല്ലുലാർ മോർഫോളജി എന്നും ഏതൊക്കെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് ആണ് പോസിറ്റീവ് തരുന്നതെന്നും പറഞ്ഞു. So the classification is very important. Now coming on to the FAB classification of acute lymphoid leukemias. So L1, L2 and L3 ആയിട്ടാണ് acute lymphoid leukemiasനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. L1ൻ്റെ കേസിലാണെങ്കിൽ ഇത് വിൽ ബി സ്മോൾ ഹോമോജീനിയസ് സെല്ലായിരിക്കും, അതായത് ഹോമോജീനിയസ് ഒരേപോലെ അപ്പിയറൻസ് ഉള്ള സെല്ലായിരിക്കും. ന്യൂക്ലിയൈ ഇൻകോൺസ്പീഷ്യസ് ആയിരിക്കും, ന്യൂക്ലിയൈ ഇൻഡിസ്റ്റിങ്വിഷബിൾ ന്യൂക്ലിയോലൈ ആയിരിക്കും. ദെൻ L2 എന്ന് പറയുന്നത് സെൽസ് എന്ന് പറയുന്നത് വേരിയബിൾ സൈസ് ആയിരിക്കും വിത്ത് 1 or 2 ന്യൂക്ലിയോലൈ. ആൻഡ് L3 എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള സെല്ലാണ്. ബേസോഫിലിക് വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആൻഡ് പ്രോമിനൻറ്റ് ന്യൂക്ലിയോലൈ ആൻഡ് ഓൾസോ ഫൈൻലി സ്റ്റിപ്പിൾ ക്രോമാറ്റിൻ. സോ ദിസ് ഇസ് ഹൗ acute lymphoid leukemias are classified based on FAB. Now coming on to the WHO classification of AML. WHO classification FAB classificationേക്കാൾ കുറച്ചുകൂടി ബിറ്റ് ടഫാണ്.
സോ ഇതിൽ 2008 WHO ക്ലാസിഫിക്കേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് WHO ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് റിവൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു സ്റ്റഡി ദിസ് ക്ലാസിഫിക്കേഷൻ ഓൺലി. സോ ഫസ്റ്റ് വൺ ഇസ് acute myeloid leukemia വിത്ത് റിക്കറൻറ്റ് ജനറ്റിക് അബ്നോർമാലിറ്റീസ്. അതിൽ തന്നെ 9 എണ്ണം വരുന്നുണ്ട്. സോ ജനറ്റിക്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് AML ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് AML വിത്ത് ടി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ലൊക്കേഷനാണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലൊക്കേഷൻ 821 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 8ാമത്തെ ക്രോമസോമും 21ാമത്തെ ക്രോമസോമും തമ്മിൽ ഒരു പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ദാറ്റ് ഈസ് ട്രാൻസ്ലൊക്കേഷൻ 821. ഏത് പാർട്ടാണ് എന്നതാണ് സെക്കൻഡ് പാർട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് Q22 മീൻസ് ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ അതിന് പി ആമും ഉണ്ടാവും ക്യൂ ആമും ഉണ്ടാവും. പി ആം എന്ന് പറയുന്നത് മുകളിലെ ആമാണ്, ക്യൂ ആം എന്ന് പറയുന്നത് താഴെയുള്ള ആമാണ്. സോ ക്യൂ ആമിൽ 22ാമത്തെ ബാൻഡാണ് 8ാമത്തെ 22ാമത്തെ ബാൻഡും 21ാമത്തെ ക്രോമസോമിൻ്റെ 22ാമത്തെ ബാൻഡും തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് എസ് ട്രാൻസ്ലൊക്കേഷൻ. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് AML വിത്ത് ഇൻവേർഷൻ 16. തേർഡ് വൺ ഇസ് acute promyelocytic leukemia with translocation 1517. Fourth one is AML with translocation 911. Fifth one AML with translocation 69. Sixth one AML with inversion 3. AML with translocation 122. AML with mutated NPM1 and AML with mutated CEBPA. സോ ഈ ഒരു പേര് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അങ്ങനെയാണ് WHO ക്ലാസിഫിക്കേഷനെ ജനറ്റിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് AML വിത്ത് മൈലോഡിസ്പ്ലേഷ്യ റിലേറ്റഡ് ചേഞ്ചസ്. തേർഡ് വൺ ഇസ് തെറാപ്പി റിലേറ്റഡ് AML. അതിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ് റിലേറ്റഡ് ആൻഡ് ഓൾസോ ടോപ്പോ ഐസോമറേസ് 2 ഇൻഹിബിറ്റർ റിലേറ്റഡ്. ഫോർത്ത് വൺ ഇസ് AML നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. ഈ ഒരു കേസിൽ ആക്ച്വലി FAB ക്ലാസിഫിക്കേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന 7-8 പോർഷൻസും അതിൻ്റെ കൂട്ടത്തിൽ 2-3 എണ്ണം കൂടി എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിനിമലി ഡിഫറൻഷിയേറ്റഡ് AML, AML വിതൗട്ട് മെച്ചുറേഷൻ, AML വിത്ത് മെച്ചുറേഷൻ, acute myelomonocytic leukemia, acute monoblastic and monocytic leukemia, acute erythroid leukemia, acute megakaryoblast leukemia, and acute basophilic leukemia, and also acute panmyelosis with myelofibrosis. Fifth one is myeloid sarcoma. Sixth one, myeloid proliferation related to Down syndrome. അതിൽ തന്നെ 2 എണ്ണം വരുന്നതാണ് transient abnormal myelopoiesis and myeloid leukemia associated with Down syndrome. ഫിഫ്ത്ത് വൺ ഇസ് ബ്ലാസ്റ്റിക് പ്ലാസ്മാസൈറ്റോയിഡ് ഡെൻഡ്രൈറ്റിക് സെൽ നിയോപ്ലാസം. സോ ഇങ്ങനെയാണ് AMLനെ WHO അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹൗ ടു ക്ലാസിഫൈ ALL അക്കോർഡിംഗ് ടു WHO? ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർ ദ പ്രിക്കേഴ്സർ ലിംഫോയിഡ് നിയോപ്ലാസം, ALL ആണ്. സോ പ്രിക്കേഴ്സർ ലിംഫോയിഡ് നിയോപ്ലാസത്തിന് അണ്ടറിൽ ആദ്യം തന്നെ B ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ഓർ ലിംഫോമ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. Second one is B lymphoblastic leukemia or lymphoma with recurrent genetic abnormalities. So genetic abnormalitiesൻ്റെ അണ്ടറിലാണ് ആക്ച്വലി ട്രാൻസ്ലൊക്കേഷൻ, ഇൻവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ക്രോമസോമൽ ബേസിസിലുള്ള എല്ലാ ക്ലാസിഫിക്കേഷനും ഇതിൻ്റെ അണ്ടറിലായിരിക്കും വരിക. സോ അതിൽ തന്നെ B lymphoblastic leukemia or lymphoma with translocation 922, then translocation 511q23, translocation 1221, B lymphoblastic leukemia or lymphoma with hyperdiploidy, then with hypodiploidy, then translocation 514 and translocation 119. So that's all about the B lymphoblastic leukemia, and the next one will be T lymphoblastic leukemia or lymphoma. ഇങ്ങനെയാണ് WHO ALLനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Now coming on to the chronic leukemia. Chronic leukemiasൽ acute-നെ സംബന്ധിച്ചിടത്തോളം ക്രോണിക് ലുക്കീമിയയുടെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് വാസ്റ്റ് അല്ല. സോ ക്രോണിക് ലുക്കീമിയാസിനെ ബേസിക്കലി നമുക്ക് മൈലോയിഡ് എന്നും ലിംഫോയിഡ് എന്നും തരംതിരിക്കാം. ലിംഫോയിഡ് നിയോപ്ലാസംസ്. മൈലോയിഡിൽ തന്നെ ദർ ഇസ് മൈലോ പ്രോളിഫറേറ്റീവ് നിയോപ്ലാസംസ് ആൻഡ് മൈലോ ഡിസ്പ്ലാസ്റ്റിക് ഓർ മൈലോ പ്രോളിഫറേറ്റീവ് ഡിസീസസ്. സോ ക്രോണിക് ലുക്കീമിയാസിൽ മൈലോയിഡ് സീരീസിൽ മൈലോ പ്രോളിഫറേറ്റീവ് നിയോപ്ലാസത്തിൻ്റെ അണ്ടറിലാണ് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ വരുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ ക്രോണിക് ന്യൂട്രോഫിലിക് ലുക്കീമിയ, ക്രോണിക് യൂസ്നോഫിലിക് ലുക്കീമിയ, പ്രൈമറി മൈലോഫൈബ്രോസിസ്, polycythemia vera, and essential thrombocythemia. And under myelodysplastic or myeloproliferative diseases there is CMML. CMML means chronic myelomonocytic leukemia and juvenile myelomonocytic leukemia. And lymphoid neoplasm again we can categorize into lymphoid neoplasms and T lymphoid neoplasms. B lymphoid neoplasmത്തിൽ വരുന്നതാണ് chronic lymphocytic leukemia or CLL.
പ്രോ ലിംഫോസിറ്റിക് ലുക്കീമിയ, ഹെയറി സെൽ ലുക്കീമിയ ആൻഡ് പ്ലാസ്മ സെൽ ലുക്കീമിയ. ടി സെൽ നിയോപ്ലാസത്തിൻ്റെ അണ്ടറിൽ ലാർജ് ഗ്രാനുലാർ ലിംഫോസിറ്റിക് ലുക്കീമിയ, ടി സെൽ പ്രോ ലിംഫോസിറ്റിക് ലുക്കീമിയ, adult T cell leukemia or lymphoma and Sézary syndrome. So this is all about the classification of leukemia. സോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അക്യൂട്ട് ലുക്കീമിയാസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ബിക്കോസ് അതിൽ WHO-യും FABയും വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. ക്രോണിക് ലുക്കീമിയാസിൻ്റെ ക്ലാസിഫിക്കേഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സിംപിളറാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലുക്കീമിയ. താങ്ക് യു.